ബി.ജെ.പിയുമായുള്ള സഖ്യം തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണെന്നും വിജയിച്ചു കഴിഞ്ഞാൽ സഖ്യ സർക്കാർ ഉണ്ടാകില്ല എന്നും എ.ഐ.ഡി.എം.കെ ജനറൽ സെക്രട്ടറിയായ എടപ്പാടി കെ പളനിസ്വാമി വ്യക്തമാക്കിയിരിക്കുകയാണ്. എ.ഐ.ഡി.എം.കെയുമായുള്ള സഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ ഇനി എൻ.ഡി.എ സഖ്യം ഭരിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. എന്നാൽ അമിത്ഷായുടെ പരാമർശത്തെ നിരാകരിക്കുന്ന പ്രതികരണമാണ് പളനിസ്വാമിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ 11-നാണ് പളനിസ്വാമിയുടെ സാന്നിധ്യത്തിൽ അമിത്ഷാ ബി.ജെ.പി എ.ഐ.ഡി.എം.കെ സഖ്യം പ്രഖ്യാപിച്ചിരുന്നത്. ഈ സമയം നമ്മൾ ഒരുമിച്ച് ഒരു സർക്കാർ രൂപീകരിക്കുമെന്നും എടപ്പാടി കെ പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞിരുന്നതാണ്. സഖ്യ സർക്കാരിന്റെ രൂപരേഖ തെരഞ്ഞെടുപ്പിന് ശേഷം തയ്യാറാക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. എന്നാൽ സർക്കാർ രൂപീകരിക്കുന്നത് തങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമെന്ന സൂചനയാണ് എടപ്പാടി പളനിസ്വാമി ഇപ്പോൾ നൽകുന്നത്. തെരഞ്ഞെടുപ്പിന് ഇരു പാർട്ടികളും ഒരുമിച്ച് പോരാടുകയും അതിനുശേഷം തങ്ങൾ സർക്കാർ രൂപീകരിക്കുകയും ചെയ്യുമെന്ന് പളനിസ്വാമി പറഞ്ഞു. അതൊരു സഖ്യ സർക്കാരായിരിക്കുമെന്ന് അദ്ദേഹം അമിത്ഷാ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും നിങ്ങൾ അദ്ദേഹം പറഞ്ഞത് തെറ്റിദ്ധരിക്കുകയും അത് ഒരു വലിയ വിഷയമാക്കുകയും ചെയ്തുവെന്നും ബി.ജെ.പി സർക്കാരിൽ ഒരു പങ്ക് തേടുമെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും പളനിസ്വാമി വ്യക്തമാക്കിയിരിക്കുകയാണ്. ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമിഴ്നാട്ടിൽ താനുമായിരിക്കും എൻ.ഡി.എ നയിക്കുക എന്ന് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പളനിസ്വാമി പറഞ്ഞു. അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു. ഡി.എം.കെ സർക്കാരിനെതിരായി വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനാണ് എ.ഐ.ഡി.എം.കെ ബി.ജെ.പി സഖ്യത്തെ ചേർത്തത്. തങ്ങൾ ആരുമായി സഖ്യമുണ്ടാക്കി കഴിഞ്ഞാലും ഡി.എം.കെ എന്തിനാണ് വിഷമിക്കുന്നത് എന്നും അവർക്ക് എന്താണ് ആശങ്ക എന്നും അദ്ദേഹം ചോദിച്ചു. പളനിസ്വാമിയുടെ വാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി തമിഴ്നാട് ബി.ജെ.പി മേധാവിയായ നയിനാർ നാഗേന്ദ്രൻ രംഗത്തെത്തുകയും ചെയ്തു. സഖ്യ സർക്കാരിനെ കുറിച്ചുള്ള എന്ത് തീരുമാനവും അമിത്ഷായും പളനിസ്വാമിയും എടുക്കുമെന്നും പളനിസ്വാമിയുമായി സഖ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് അമിത്ഷായാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അവർ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കും. അത്തരം ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്നും നയിനാർ നാഗേന്ദ്രൻ കൂട്ടിച്ചേർത്തിരുന്നു. ഡി.എം.കെയും എ.ഐ.ഡി.എം.കെയും തമിഴ്നാട്ടിൽ സഖ്യ സർക്കാരുകളെ എതിർക്കുന്നവരാണ്. അതേസമയം തന്നെ കേന്ദ്രത്തിലെ വിവിധ സഖ്യങ്ങളിൽ ഇരു പാർട്ടികളും മുൻകാലങ്ങളിൽ പങ്കാളികളുമായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സഖ്യ സർക്കാർ ഇരു പാർട്ടികൾക്കും ഇടയിൽ ഒരു തർക്ക വിഷയമായി മാറിയേക്കാം. 2006 കേവല ഭൂരിപക്ഷത്തിന് 20 സീറ്റ് കുറവായിരുന്നുവെങ്കിലും അന്നത്തെ ഡി.എം.കെ മേധാവിയായ എം കരുണാനിധി കോൺഗ്രസ് പോലുള്ള പാർട്ടികളുടെ പുറത്തു നിന്നുള്ള പിന്തുണയോടെ ന്യൂനപക്ഷ സർക്കാർ നടത്താനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വിജയിച്ചു കഴിഞ്ഞാൽ എൻ.ഡി.എ സഖ്യ സർക്കാർ രൂപീകരിക്കുമോ എന്ന് ഷായോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതെ എന്ന് മറുപടി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സഖ്യത്തിന്റെ ശക്തി തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ മാത്രമാണെന്നും ഭിന്നിക്കാതെയുള്ള വോട്ടുകൾ ശത്രുവിനെ പരാജയപ്പെടുത്തണമെന്നും ഡി.എം.കെക്കെതിരെ സമാന ചിന്താഗതിക്കാരായ പാർട്ടികളുമായി ഏകോപിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുവെന്നും ഇ.പി.എസ് വ്യക്തമാക്കിയിരുന്നു. ഡി.എം.കെയെ പരാജയപ്പെടുത്താൻ മറ്റ് നിരവധി പാർട്ടികൾ എ.ഐ.ഡി.എം.കെ ബി.ജെ.പി സഖ്യത്തിൽ ചേരുമെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ആദ്യം ബി.ജെ.പി തങ്ങളുടെ സഖ്യത്തിൽ ചേർന്നു. വളരെ വേഗം മറ്റ് നിരവധി പാർട്ടികൾ തങ്ങളുടെ എ.ഐ.ഡി.എം.കെ ബി.ജെ.പി സഖ്യത്തിൽ വരും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്നാൽ അതേസമയം തന്നെ ഇ.പി.എസിന്റെ അഭിപ്രായത്തോട് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് ഇതുവരെ യാതൊരു തരത്തിലുള്ള ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിരുന്നുമില്ല. 2023 സെപ്റ്റംബറിൽ വേർപിരിഞ്ഞ് ഏകദേശം 2 വർഷത്തിന് ശേഷം എ.ഐ.ഡി.എം.കെയും ബി.ജെ.പിയും സഖ്യം പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു. ജയലളിത ഉൾപ്പെടെയുള്ള അന്തരിച്ച പാർട്ടി പ്രമുഖരെ കുറിച്ചുള്ള അണ്ണാമലയുടെ ചില പരാമർശങ്ങളുടെ പേരിലാണ് ഈ സഖ്യം പുനഃസ്ഥാപിക്കപ്പെട്ടത്. ഇരു പാർട്ടികളും തമ്മിലുള്ള സഖ്യം പ്രഖ്യാപിച്ചതിന് ശേഷം ബി.ജെ.പി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ, അതായത് എൻ.ഡി.എയിൽ ചേരാനുള്ള എ.ഐ.ഡി.എം.കെയുടെ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിക്കുകയും ചെയ്തിരുന്നു. തമിഴ്നാടിന്റെ പുരോഗതിക്കായി കൂടുതൽ ശക്തരായി ഐക്യത്തോടെ എ.ഐ.ഡി.എം.കെ എൻ.ഡി.എ കുടുംബത്തിൽ ചേരുന്നതിൽ സന്തോഷം. ഞങ്ങളുടെ മറ്റ് എൻ.ഡി.എ പങ്കാളികളുമായി ചേർന്ന് തമിഴ്നാടിനെ പുരോഗതിയുടെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുകയും സംസ്ഥാനത്തെ ഉത്സാഹത്തോടെ സേവിക്കുകയും ചെയ്യും. മഹാനായ എം.ജി.ആറിന്റെയും ജയലളിത ജിയുടെയും ദർശനം നിറവേറ്റുന്ന ഒരു സർക്കാരിനെ ഞങ്ങൾ ഉറപ്പാക്കും. ഇതായിരുന്നു മോദി എക്സിൽ പങ്കുവച്ച വാക്കുകൾ.